ഹലോ ഗൈസ്, ഞാനിപ്പോൾ കോയമ്പത്തൂരിലാണ് ഉള്ളത്. കോയമ്പത്തൂരിലെ ഉക്കടം ബസ് സ്റ്റാൻഡിൽ. ഇന്ന് ഇവിടെ നിന്ന് നമ്മുടെ കൊല്ലങ്കോട്ടിലേക്കാണ് എൻ്റെ യാത്ര. കോയമ്പത്തൂരിൽ നിന്നും ഉച്ചയ്ക്ക് 1:20 എടുക്കുന്ന KSRTC ബസ്സിലാണ് ഞാൻ കൊല്ലങ്കോട്ടിലേക്ക് പോകുന്നത്. ഞാൻ പോകുന്ന ബസ്സിന് മുമ്പ് തന്നെ ഇവിടെ ഈ നിൽക്കുന്ന TSSTയുടെ പ്രൈവറ്റ് ബസ്സും കൊല്ലങ്കോട്ടിലേക്ക് പോകുന്ന ബസ്സാണ്. നമ്മുടെ യാത്രയുടെ ഉദ്ദേശം ഫ്രണ്ട് സീറ്റിലിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് KSRTC ബസ് വരുന്നതുവരെ ഞാൻ ഇവിടെ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂരിലെ പ്രധാനപ്പെട്ട 2 ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ് ഈ കാണുന്ന ഉക്കടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. പാലക്കാട്ടേക്കും അതുപോലെ തന്നെ പൊള്ളാച്ചി, പഴനി, ദിണ്ടുക്കൽ, മധുരൈ, തേനി എന്നിവിടങ്ങളിലേക്കുമുള്ള തമിഴ്നാടിൻ്റെ ബസ്സുകളൊക്കെ പുറപ്പെടുന്നത് ഈ ഉക്കടം ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ഇതുകൂടാതെ കോയമ്പത്തൂർ നഗരത്തിനുള്ളിലെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ബസ്സുകൾ പുറപ്പെടുന്നതും ഈ ഉക്കടം ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ഈ ഉക്കടം ബസ് സ്റ്റാൻഡ് കൂടാതെ തന്നെ ഗാന്ധിപുരത്തും ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലേക്കുമുള്ള ബസ്സുകൾ പുറപ്പെടുന്നത് ആ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ഗാന്ധിപുരത്തിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡും ഉണ്ട്. കേരളത്തിൽ നിന്നും വരുന്ന ദീർഘദൂര KSRTC ബസ്സുകളൊക്കെ യാത്ര തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ആ ഗാന്ധിപുരം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് എത്തിയിരിക്കുന്നു. ഈ നിൽക്കുന്ന ബസ്സിലാണ് ഇനി നമ്മുടെ കൊല്ലങ്കോട് വരെയുള്ള യാത്ര. നമ്മുടെ ബസ് ഇവിടെ നിന്ന് 1:20 എടുക്കുന്നത്. നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കോയമ്പത്തൂരിൽ നിന്നും വേലന്താവളം, കൊഴിഞ്ഞാമ്പാറ, ചിറ്റൂര്, തത്തമംഗലം, പുതുനഗരം വഴി കൊല്ലങ്കോട്ടിലേക്കാണ്. ഏകദേശം ഇവിടെ നിന്ന് 65 കിലോമീറ്ററോളം ദൂരമുണ്ട് കൊല്ലങ്കോട്ടിലേക്ക്. നമ്മളിപ്പോൾ പോകുന്ന ഇതേ റൂട്ടിൽ തന്നെ കൊടുവായൂര്, പല്ലശ്ശന, തൃശ്ശൂര് എന്നീ സ്ഥലങ്ങളിലേക്ക് തമിഴ്നാടിൻ്റെ TNSTC ബസ്സും കേരളത്തിൻ്റെ KSRTC ബസ്സും സർവീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബസ്സിൻ്റെ ബോർഡൊക്കെ മാറ്റിവെച്ച് യാത്ര തുടങ്ങുകയാണ്. ഈ കാണുന്ന മേൽപ്പാലങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് തുറന്നു കൊടുത്തതാണ്. ഇപ്പോൾ ചെറിയ വാഹനങ്ങളൊക്കെ കൂടുതലായും ഈ പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കോയമ്പത്തൂർ നഗരത്തിലെ ട്രാഫിക് കുറയ്ക്കുക എന്നതാണ് മെയിൻ കാര്യം. ഇവിടെ നിന്ന് കൊല്ലങ്കോട് വരെ 72 രൂപയാണ് ബസ് ചാർജ് വരുന്നത്. ഈ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് പോകുന്ന റോഡ് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ നിന്ന് 47 കിലോമീറ്റർ ദൂരമുണ്ട് പൊള്ളാച്ചിയിലേക്ക്. വലത്തേക്ക് പാലക്കാട്ടേക്ക് പോകുന്ന റോഡാണ്. പാലക്കാട്ടേക്കും ഇവിടെ നിന്ന് 47 കിലോമീറ്ററോളം ദൂരമുണ്ട്.
മധുക്കരയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ മേലെ കാണുന്ന റെയിൽവേ ലൈൻ കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന റെയിൽവേ ലൈനാണ്. ഇവിടെ അടുത്ത് തന്നെ മധുക്കരയിൽ റെയിൽവേ സ്റ്റേഷനുമുണ്ട്. ഈ കാണുന്നതാണ് നാഷണൽ ഹൈവേ ആയ 544. ഇവിടെ നിന്ന് വലത്തേക്കാണ് നമ്മുടെ കേരളത്തിലേക്കൊക്കെ പോകുന്നത്. ഇടത്തേക്ക് പോകുന്നത് സേലത്തിലേക്കാണ്. ഈ പോകുന്ന ബസ് കോയമ്പത്തൂരിലെ ടൗൺ ബസ്സുകളാണ്. ഈ ടൗൺ ബസ്സുകളിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഓരോ നമ്പറും ഉണ്ടാകും. ഇതിൽ കൊടുത്തിരിക്കുന്ന 48-ാം നമ്പർ ഗാന്ധിപുരത്തിൽ നിന്നും വേലന്താവളത്തിലേക്ക് പോകുന്ന ബസ്സാണ്. ഇതുപോലെ 96-ാം നമ്പർ ഗാന്ധിപുരത്തിൽ നിന്നും വാളയാറിലേക്ക് പോകുന്ന ബസ്സുകളാണ്. മധുക്കരയിൽ നിന്നും കുറച്ച് മുന്നിലേക്ക് വന്നാൽ നമ്മൾ ഇടത്തേക്ക് സർവീസ് റോഡിലേക്ക് കയറും. ഇപ്പോൾ നമ്മൾ പോകുന്നത് ചാവടി എന്ന സ്ഥലത്തിലേക്കാണ്. ചാവടിയിലേക്ക് പോകുന്ന റോഡാണ് ഈ സർവീസ് റോഡ്. കൊഴിഞ്ഞാമ്പാറ, വേലന്താവളം, ചിറ്റൂര് ഇങ്ങോട്ടൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ ഈ ചാവടിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ പാലക്കാട്ടേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും ഈ ചാവടിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് പഴയ നാഷണൽ ഹൈവേ ആയ 544 ആയിരുന്നു. ഈ പഴയ നാഷണൽ ഹൈവേ ചാവടി എന്ന സ്ഥലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പഴയ നാഷണൽ ഹൈവേ ആയതുകൊണ്ട് വരുന്ന എല്ലാ വാഹനങ്ങളും ഒരു കാലത്ത് ചാവടിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. വളരെ വീതി കുറഞ്ഞതും ധാരാളം കുടുംബങ്ങളും അതുപോലെ തന്നെ 1-2 ക്ഷേത്രങ്ങളുമൊക്കെ ഈ പഴയ നാഷണൽ ഹൈവേയുടെ അടുത്ത് ഉള്ളതുകൊണ്ട് പുതിയ ഹൈവേ ഈ ചാവടി എന്ന സ്ഥലത്തിന് വെളിയിലൂടെയാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് ദീർഘദൂരം സഞ്ചരിക്കുന്ന KSRTC ബസ്സുകളൊക്കെ ഈ വഴി വരാറില്ല. നമ്മൾ നേരത്തെ കണ്ട ഹൈവേ വഴി തന്നെയാണ് കടന്നു പോകുന്നത്. എന്നാൽ പാലക്കാട്ടേക്ക് വരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ ഈ ചാവടിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഹൈവേയിൽ നിന്ന് വലത്തേക്കാണ് പാലക്കാട്ടേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് 37 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ ഈ ഹൈവേ ക്രോസ് ചെയ്ത് നേരെയാണ് പോകുന്നത്. നേരെ പോകുന്നത് വേലന്താവളത്തിലേക്കാണ്. വേലന്താവളത്തിലേക്ക് ഇവിടെ നിന്ന് 9 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ കോയമ്പത്തൂർ നഗരം കഴിഞ്ഞ് മുന്നിൽ പോകുമ്പോൾ അധികം ആൾതാമസമൊന്നുമില്ലാത്ത ഇങ്ങനത്തെ ഒഴിഞ്ഞ ഏരിയകളാണ് നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകൾ പോലെ തോന്നുമെങ്കിലും ധാരാളം വീടുകളും കൃഷിയിടങ്ങളുമൊക്കെ ഇതിനുള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. തെങ്ങ്, വാഴ, കരിമ്പ്, ചോളം എന്നിവയൊക്കെയാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. ഈ കാണുന്നത് JCT എന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇതുപോലത്തെ ധാരാളം കോളേജുകൾ ഈ കോയമ്പത്തൂരിലും കോയമ്പത്തൂർ നഗരത്തിന് വെളിയിലുമുണ്ട്.
പാലക്കാട് നിന്നും വരുന്ന വിദ്യാർത്ഥികളൊക്കെ കൂടുതലായി പഠിക്കാൻ വരുന്നത് കോയമ്പത്തൂരിലെ ഇങ്ങനത്തെ കോളേജുകളിലാണ്. തമിഴ്നാട് കഴിഞ്ഞ് കേരളത്തിലേക്ക് കടക്കുകയാണ്. ഈ പാലം കഴിയുന്നതോടുകൂടി നമ്മൾ കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വേലന്താവളത്തിലാണ് എത്തിയിരിക്കുന്നത്. ഈ വേലന്താവളത്തിൽ വന്നാൽ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കൂടുതലായും ലോട്ടറി കടകളാണ് കാണാൻ പറ്റുക. തമിഴ്നാട്ടിൽ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ പേരും കേരളത്തിൽ നിന്നാണ് ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നത്. ഇനി ഇവിടെ നിന്ന് കൊഴിഞ്ഞാമ്പാറയിലേക്ക് 12 കിലോമീറ്ററും ചിറ്റൂരിലേക്ക് 22 കിലോമീറ്ററും ദൂരമുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലൂടെ ആണെങ്കിലും തമിഴ്നാടിൻ്റെ ഒരു ശൈലിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനാവുക. ഇപ്പോൾ നമ്മൾ മേനോൻപാറ എന്ന സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ഇടത്തേക്ക് പോകുന്ന റോഡ് വടകരപ്പതി അതുപോലെ തന്നെ ഒഴലപതി എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന റോഡാണ്. ഈ വലത്തേക്ക് പോകുന്ന റോഡ് കഞ്ചിക്കോട്ടിലേക്ക് പോകുന്ന റോഡാണ്.
പാലക്കാട് നിന്നും കൊഴിഞ്ഞാമ്പാറയിലേക്ക് വരുന്ന ബസ്സുകളിൽ ചില ബസ്സുകളൊക്കെ കഞ്ചിക്കോട് മേനോൻപാറ വഴിയാണ് കൊഴിഞ്ഞാമ്പാറയിലേക്ക് വരുന്നത്. അത്താണി എന്ന ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെയാണ് ചിറ്റൂരിലേക്ക് പോകുന്നത്. ഈ വലത്തേക്ക് പോകുന്ന റോഡ് പാലക്കാട്ടേക്ക് പോകുന്ന റോഡാണ്. അതിനു മുമ്പ് ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കൊഴിഞ്ഞാമ്പാറ ടൗണിൽ പോയിട്ട് അവിടെ നിന്നാണ് ചിറ്റൂരിലേക്ക് പോകുന്നത്. പാലക്കാട് നിന്നും നേർവഴിയായ പൊള്ളാച്ചിയിലേക്ക് പോകുന്ന റോഡാണ് ഇത്. അത്താണി എന്ന ജംഗ്ഷനിൽ നിന്നും നേരെ ചിറ്റൂരിലേക്ക് പോകുന്ന റോഡ് ചേരുന്നത് ഈ നാട്ടുകൽ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇവിടെ അടുത്ത് തന്നെ അത്താണി എന്നൊരു ഹോസ്പിറ്റലുമുണ്ട്. ഈ നാട്ടുകൽ എന്ന സ്ഥലം കഴിയുന്നതോടുകൂടിയാണ് പച്ചവിരിച്ച പാലക്കാട് നെൽപ്പാടങ്ങൾ കാണാൻ തുടങ്ങുന്നത്. ഈ നാട്ടുകൽ കഴിഞ്ഞ് നേരെ എത്തുന്നത് നല്ലേപ്പിള്ളി എന്ന സ്ഥലത്തിലേക്കാണ്. ഈ പാടങ്ങളിൽ പലതും കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളാണ്. ചിലത് കൊയ്യാൻ തയ്യാറായിരിക്കുന്നു. പച്ചപ്പ് ഇപ്പോഴും പോകാത്ത പാടങ്ങളും ഇതിനിടയിലുണ്ട്. ഇതെല്ലാം ചേർന്ന് വേറിട്ടൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പാലക്കാടിൻ്റെ ഉൾഗ്രാമങ്ങളിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ചിറ്റൂരിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ഇടത്തേക്ക് പോകുന്ന റോഡ് ഗോപാലപുരത്തേക്ക് പോകുന്ന റോഡാണ്. ഈ വഴി തന്നെ നമുക്ക് പൊള്ളാച്ചിയിലേക്കും പോകാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് കൊല്ലങ്കോട്ടിലേക്ക് 16 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ചിറ്റൂര് ചെറിയൊരു ടൗൺ ആണെങ്കിലും ചിറ്റൂർ മുതൽ തത്തമംഗലം വരെയുള്ള ഭാഗം ചിറ്റൂർ തത്തമംഗലം നഗരസഭ എന്നാണ് അറിയപ്പെടുന്നത്.
ചിറ്റൂരിലെ അണിക്കോട് എന്ന ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ വലത്തേക്ക് പോകുന്ന റോഡ് പാലക്കാട്ടേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ നിന്ന് 15 കിലോമീറ്റർ ഉണ്ട് പാലക്കാട്ടേക്ക്. ഈ കാണുന്നത് ചിറ്റൂർ കോളേജാണ്. അതിനടുത്തുകൂടിയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ശോകനാശിനി പുഴ എന്നും ചിറ്റൂരിൽ ഈ പുഴ അറിയപ്പെടുന്നു. പുഴ കഴിഞ്ഞ് എത്തുന്ന ഈ ഒരു ജംഗ്ഷനിലാണ് ചിറ്റൂരിലെ KSRTC ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഫയർ സ്റ്റേഷനുമൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തുന്നത് തത്തമംഗലത്തിനടുത്തുള്ള മേട്ടുപ്പാളയം എന്ന ജംഗ്ഷനിലേക്കാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇവിടെ തത്തമംഗലത്തിനടുത്തും മേട്ടുപ്പാളയം എന്ന സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് ഈ പോകുന്ന റോഡ് വണ്ടിത്താവളം, മീനാക്ഷിപുരം എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡാണ്. ഈ വഴി നമുക്ക് പൊള്ളാച്ചിയിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നിന്ന് 36 കിലോമീറ്റർ ദൂരമുണ്ട് പൊള്ളാച്ചിയിലേക്ക്. ഇപ്പോൾ നമ്മൾ തത്തമംഗലത്താണ് എത്തിയിരിക്കുന്നത്. ആലത്തൂർ അതുപോലെ തന്നെ കൊല്ലങ്കോട് ഈ ഭാഗത്ത് നിന്നൊക്കെ പൊള്ളാച്ചിയിലേക്കും കോയമ്പത്തൂരിലേക്കുമെല്ലാം പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ് ഇത്. തത്തമംഗലത്തെ പ്രധാനപ്പെട്ട മുസ്ലിം പള്ളിയാണ് ഈ കാണുന്നത്. പള്ളിമുക്ക് എന്നാണ് ഇവിടത്തേക്ക് പേര്. ഈ ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് പോകുന്ന റോഡ് പെരുവമ്പ് പാലത്തുള്ളി ഭാഗത്തേക്കും ഈ ഇടത്തേക്ക് പോകുന്ന റോഡ് വടവന്നൂരിലേക്കുമാണ് പോകുന്നത്. തത്തമംഗലം കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തുന്ന സ്ഥലമാണ് പുതുനഗരം. ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ കൊല്ലങ്കോട്ടേക്ക് പോകുന്നത്. നേരെ പോകുന്ന റോഡ് കൊടുവായൂർ ആലത്തൂർ ഭാഗത്തേക്കും വലത്തേക്ക് പാലക്കാട്ടേക്കുമാണ് പോകുന്നത്. ഇനി ഇവിടെ നിന്ന് കൊല്ലങ്കോട്ടേക്ക് 8 കിലോമീറ്റർ കൂടി ദൂരമുണ്ട്. ഇവിടെ വലതുഭാഗത്ത് ഒരു റെയിൽവേ ലൈൻ കാണാം. പാലക്കാട് നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകുന്ന റെയിൽവേ ലൈനാണ് അത്. ഈ വരുന്ന ബസ് SRTയുടെ പ്രൈവറ്റ് ബസ്സാണ്. പാലക്കാട് നിന്ന് കൊല്ലങ്കോട്ടേക്ക് സർവീസ് ചെയ്യുന്നതിൽ ഭൂരിഭാഗം ബസ്സുകളും SRT കമ്പനിയുടെ ബസ്സുകളാണ്. ഈ കരിപ്പോട് എന്ന ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് ഒരു 6 കിലോമീറ്റർ പോയാൽ നേരെ എത്തുന്നത് പല്ലശ്ശേനിയിലേക്കാണ്. പല്ലശ്ശേനിയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് മീൻകുളത്തി ഭഗവതി ക്ഷേത്രം.
തമിഴ്നാട്ടിൽ നിന്നെല്ലാം ധാരാളം ആളുകൾ സന്ദർശിക്കുന്ന ഒരു ഫേമസ് ആയ ക്ഷേത്രം തന്നെയാണ് പല്ലശ്ശേനിയിലെ മീൻകുളത്തി ഭഗവതി ക്ഷേത്രം. കോയമ്പത്തൂരിൽ നിന്നും തമിഴ്നാടിന്റെ TNSTCയുടെ ഒരു ബസ് ഇങ്ങോട്ടേക്ക് സർവീസ് ചെയ്യുന്നുണ്ട്. KSRTCയുടെ ഒരു ബസ് പാലക്കാട് വഴി പല്ലശ്ശേനിയിലേക്കും സർവീസ് ചെയ്യുന്നുണ്ട്. ഇവിടം മുതലാണ് കൊല്ലങ്കോടിന്റെ ഗ്രാമീണ ഭംഗി നമുക്ക് കാണാൻ തുടങ്ങുന്നത്. നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ പച്ച വിരിച്ച നെൽപ്പാടങ്ങളാണ് കൊല്ലങ്കോടിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഇന്ത്യയിൽ തന്നെ കണ്ടിരിക്കേണ്ട 10 ഗ്രാമങ്ങളിലൊന്നാണ് നമ്മുടെ ഈ കൊല്ലങ്കോട്. പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് കൊല്ലങ്കോട്ടേക്ക് വരാം. കൊല്ലങ്കോടിനുള്ളിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം, ചെല്ലഞ്ചേട്ടന്റെ ചായക്കട, പെരുങ്ങോട്ടുചേരി കളം, താമരപ്പാദം, കുടിലിടം ഇതൊക്കെ കൊല്ലങ്കോടിൽ നിന്നും ഒരു 5-10 കിലോമീറ്റർ ഉള്ളിലുള്ള കാഴ്ചകളാണ്. ഇതുകൂടാതെ മഴക്കാലത്ത് സീതാർകുണ്ട് വാട്ടർഫാൾസ്, പലകപ്പാണ്ടി വാട്ടർഫാൾസ്, വെള്ളരിമേട് വാട്ടർഫാൾസ് ഇതൊക്കെ കൊല്ലങ്കോടിനെ കൂടുതൽ മനോഹരമാക്കുന്നു. കൊല്ലങ്കോട് തന്നെയാണ് ഫേമസ് ആയ മുതലമട റെയിൽവേ സ്റ്റേഷനും ഉള്ളത്. കൊല്ലങ്കോടിൽ നിന്നും ഒരു 10 കിലോമീറ്റർ ഉണ്ട് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക്. ധാരാളം സിനിമകൾ ഷൂട്ട് ചെയ്ത കൊല്ലങ്കോടിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒരു സ്റ്റേഷനാണ് ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഇതുകൂടാതെ കൊല്ലങ്കോടിൽ തന്നെ ചുള്ളിയാർ ഡാം, മീങ്കര ഡാം എന്നീ 2 ഡാമുകളുമുണ്ട്. കൊല്ലങ്കോട് നിന്നും ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 2 ഡാമുകളും ഉള്ളത്. നേരെ മുന്നിൽ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണെങ്കിലും ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് നെല്ലിയാമ്പതിയിലേക്ക് പോകാൻ പറ്റില്ല. നെന്മാറ പോയി വേണം നെല്ലിയാമ്പതിയിലേക്ക് പോകാൻ. നെന്മാറയിലേക്ക് ഇവിടെ നിന്ന് 12 കിലോമീറ്ററും നെല്ലിയാമ്പതിയിലേക്ക് ഇവിടെ നിന്ന് 40 കിലോമീറ്ററും ദൂരമുണ്ട്. ഈ നേരെ കാണുന്നതാണ് കൊല്ലങ്കോട്ടിലെ റെയിൽവേ സ്റ്റേഷൻ. ഊട്ടറ എന്ന സ്ഥലത്താണ് കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കൊല്ലങ്കോട് ടൗണിൽ നിന്നും മാറി ഒരു 2 കിലോമീറ്റർ അകലെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. നിലവിൽ തിരുച്ചെന്തൂർ എക്സ്പ്രസിനും അമൃത എക്സ്പ്രസിനും മാത്രമാണ് ഈ കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത്. വൈകുന്നേരത്ത് പോകുന്ന ചെന്നൈ എക്സ്പ്രസിന് ഈ കൊല്ലങ്കോടിൽ സ്റ്റോപ്പില്ല. ഈ കാണുന്നത് ഗായത്രിപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ കൈവഴിയാണ് ഈ ഗായത്രിപ്പുഴ. ഈ പാലം കഴിയുന്നതോടുകൂടി നമ്മൾ പിന്നെ എത്തുന്നത് കൊല്ലങ്കോട് ടൗണിലേക്കാണ്. ഈ വരുന്ന ബസ് തൃശ്ശൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന ബസ്സാണ്. പണ്ട് SMT എന്ന പേരിൽ വർഷങ്ങളായി ഓടിയിരുന്ന ബസ്സായിരുന്നു ഇത്. തൃശ്ശൂരിൽ നിന്നും വടക്കഞ്ചേരി, നെന്മാറ, കൊല്ലങ്കോട്, ചിറ്റൂര്, കൊഴിഞ്ഞാമ്പാറ, വേലന്താവളം വഴിയാണ് ഈ ഒരു ബസ് കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കൊല്ലങ്കോട് ടൗണിൽ എത്തിയിരിക്കുന്നു. കൊല്ലങ്കോടിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിലും കൂടുതൽ ബസ്സുകളും ആ സ്റ്റാൻഡിൽ കയറാറില്ല. ഇവിടെ സെൻറ്ററിൽ ആളുകളെ ഇറക്കുകയാണ് പതിവ്. അങ്ങനെ ഞാനും ഇവിടെ ഇറങ്ങി. തിരിച്ച് പാലക്കാട്ടേക്കുള്ള ബസ്സുകളൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.